there. Hello guys, welcome back to my channel. I hope you're doing absolutely fine. Welcome to the next episode. ഇന്നലെ നമ്മൾ സംഗ്ടി വാലിയിലെത്തി. അധികമൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല. നല്ല മഴയായിരുന്നു. നമ്മളിപ്പം റൂമിൻ്റെ തൊട്ട് സൈഡിലുള്ള റിവറിൻ്റെ കരയിലാണ് കേട്ടോ ഉള്ളത്. സ്ട്രീമിൻ്റെ കരയിലാണുള്ളത്. റൂം ഇതാ അവിടെയാണ്, ടെൻറ്റ് അവിടെയായിട്ടാണ് വരുന്നത്. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി താഴേക്ക് വന്നു. ഇത് നമ്മുടെ ബ്രിഡ്ജ്, നമ്മൾ ഇന്നലെ കയറി വന്ന ബ്രിഡ്ജ്. If you are looking towards a really good, scenic location within Dirang, Letro Homestay is a place to be. Time is 6-7 in the morning. ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷീപ്പ് ഫാം ഉണ്ട് അടുത്ത്. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ തന്നെ ഇറങ്ങാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. ദാറ്റ് ഇസ് ദി ഓൺലി പ്ലേസ് ഇൻ Dirang that is yet to be visited in this trip. Anyway, really a peaceful atmosphere here in Sangti Valley, Letro Homestay. എനിക്ക് ഇവിടെ റെൻ്റ് ആയത് 1800 പെർ നൈറ്റാണ്, വിത്ത് ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റും കൊള്ളാം, അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നത്. ടെമ്പറേച്ചർ വലിയ കുഴപ്പമില്ല കേട്ടോ, അറൗണ്ട് ലൈക്ക് 14 or 15 ഡിഗ്രി സെൽഷ്യസ്. കുഴപ്പമില്ല എന്ന് പറയുന്നത് നമ്മൾ തവാങ്ങിൽ നിന്ന് താഴെ ഇറങ്ങിയതുകൊണ്ടാണ് ഇത് എളുപ്പമായിട്ട് തോന്നുന്നത്. പക്ഷെ നിങ്ങൾ ഗുവാഹട്ടിയിൽ നിന്നൊക്കെയാണ് വരുന്നത്, നാട്ടിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ it would be cold, so you better wear something like this. ഗ്ലൗസ് ഞാൻ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറയുടെ ഒക്കെ മെറ്റൽ പാർട്സും പിന്നെ റൂം കൂട്ടാനും ഒക്കെ താഴെ ഉണ്ടല്ലോ, അതിലൊക്കെ ബെയർ ഹാൻഡ്സിൽ പിടിക്കുമ്പോൾ പെട്ടെന്ന് തണുപ്പടിക്കും. സോ ദാറ്റ് ഇസ് വൈ ഐ വോർ ദിസ്. ഇതാണ് കേട്ടോ ബ്രിഡ്ജ് എന്നുള്ള വ്യൂ. ഇത് കണ്ടിങ്ങനെ നിന്ന് പോകും, ആ സൗണ്ടും ആ വെള്ളത്തിൻ്റെ ക്ലാരിറ്റിയും. അങ്ങനെ മണി 10 മണിയായി കേട്ടോ. ടെമ്പറേച്ചർ 24 ഡിഗ്രിയാണ് കേട്ടോ, നല്ല ചൂടാണ് ഇപ്പം. ഇവിടുന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ ഷീപ്പ് ഫാം, നേരത്തെ പറഞ്ഞ പോലെ ഷീപ്പ് ഫാമിലേക്കാണ് പോകുന്നത്. 9 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് ഞാൻ. 9 മണിക്ക് എല്ലാം റെഡി ആയിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാം നോക്കി തോണ്ടി ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഇന്ന് മാർച്ച് 10 അപ്പം നമ്മുടെ സഞ്ജു സാംസണിൻ്റെ റീലാണ് എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്നത്. അപ്പോൾ അതും കണ്ട് ഇങ്ങനെ ഇരുന്ന് പോകും. മാർച്ച് 10, 9 എപ്പം എന്ത് സ്ക്രോൾ ചെയ്താലും സഞ്ജു സാംസൺ. എന്താല്ലേ പുള്ളിക്കാരൻ്റെ ഒരു ലൈഫ്. ആണ്, എല്ലാവർക്കും അവരവരുടെ സമയമുണ്ട്, നമുക്ക് നമ്മുടെ സമയം വരുമായിരിക്കും. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താൽ വരും. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ട്രൈ ആൻഡ് വാച്ച് ഓൾ ദി എപ്പിസോഡ്സ്. സോ ബൈക്ക് വാമപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഗ്ലൗസ് ഇട്ടിട്ട് പതുക്കെ ചലിക്കാം. भाई शीप फार्म यही है क्या? शीप बाहर नहीं आते, पहाड़ पे गया? ഓ 3-4 ബജെ നീച്ചെ ആയേഗാ. ठीक है. കാര്യം പറയുന്നത് കുറച്ച് നേരം മുന്നേ വരെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം പഹാഡ്ക്ക് ഊപ്പർ ചലേ ഗയേ, അതായത് മലയുടെ മണ്ടേ പോയെന്നാണ് പറയുന്നത്. വൈകുന്നേരം ഒരു 3-4 മണിയാകുമ്പോൾ തിരിച്ചിറങ്ങും. അപ്പോൾ വന്ന് കണ്ടാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് മൊണാസ്ട്രിയുടെ വിഷ്വൽസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ 3 മലയാളികളെ കണ്ടു കേട്ടോ. അതായത് ഈ ക്രെറ്റയിൽ കാണുന്ന 3 മലയാളികളാണ് പരിചയപ്പെട്ടു. നാട്ടിൽ നിന്ന് കാഞ്ഞങ്ങാട് നിന്ന് വണ്ടി ഓടിച്ച് വന്നതാണ്. ശരത്ത്, ഉണ്ണികൃഷ്ണൻ പിന്നെ ശ്രീജിത്ത്, 3 പേരാണ് വന്നേക്കുന്നത്. 1.5 മാസത്തെ ട്രിപ്പാണ്. ടെൻ്റ് അടിച്ചൊക്കെയാണ് സ്റ്റേ. അവർ പറഞ്ഞു മണ്ടേല പാസ് കൊള്ളാം, നല്ല റൂട്ട് എക്സ്പീരിയൻസാണ്, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. എന്തായാലും ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അപ്പം എന്തായാലും ഇതുവരെ വന്നിട്ടൊരു മലയാളിയെ കുറേ നാൾക്ക് ശേഷം കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അങ്ങനെ വീണ്ടും നമ്മൾ ദിരാങ് ജംഗ്ഷനിലെത്തി. നേരെ സംഗ്തി വാലി, ഇടത്തോട്ട് തവാങ്, വലത്തോട്ടാണ് മണ്ഡല പാസ്. ഇത് തന്നെയാണ് കേട്ടോ മണ്ടേല പാസ് എന്ന് പറയുന്നത്, മണ്ടേല ടോപ്പ് എന്ന് പറയുന്ന കാര്യം. ഇവിടുന്ന് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇറങ്ങിയാ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒന്നും കാണത്തില്ല. ഇത് കണ്ടോ, ഇത് പ്രോപ്പർ പൊന്മുടി ടൈപ്പ് ഹിൽ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനെ നടന്ന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്ക് പോകും. പൊന്മുടിയുടെ അത്ര എഫക്റ്റ് ഒന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. ദിരാങ് മാത്രമാണ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെയും വരാം. അധികം പ്ലേസസ് ഒന്നും ഇല്ലല്ലോ ദിരാങ്ങിൽ. എന്തായാലും ഒരു കൂൾ ആൻഡ് കാം ക്ലൈമറ്റ് ആട്ടോ. ഒരു പിക്നിക് സ്പോട്ട് എന്നുള്ള രീതിയിൽ കൊള്ളാം. ബേസിക്കലി ഈ ഒരു റോഡ്, അതാണ് മണ്ഡല ടോപ്പ് എന്ന് പറയുന്നത്.
ഈ റോഡ് ഇങ്ങനെ ഓടിച്ചു പോകാം, നമ്മൾ ഗ്യാപ്പ് റോഡൊക്കെ ഓടിച്ചു പോകുന്ന പോലെ ഈ ടോപ്പ് കണ്ട് ഇങ്ങനെ ഓടിച്ചു പോകാമെന്നുള്ളതേ ഉള്ളൂ. ഗ്യാപ്പ് റോഡായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റൂല. പക്ഷെ ഇവിടെ ഉള്ളതിൽ എന്താ പറയുക, ഒരു കുറച്ച് ഹൈറ്റിൽ, ദിരാങ്ങിൽ കുറച്ച് ഹൈറ്റിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ, തണുപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് വരേണ്ടത്. 1:39, 1:40 in the afternoon. We are at Palmo Hotel, Mandela Top. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ താഴെ എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. വി വിൽ ബി റൈറ്റ് ഓൺ ടൈം അറ്റ് ദ ഷീപ്പ് ഫാം. ഷീപ്പ് ഫാം 3-4 മണി എന്നാണല്ലോ പുള്ളിക്കാരൻ പറഞ്ഞ് ശരിയാണെങ്കിൽ വി വിൽ റീച്ച് ദെയർ ഓൺ ടൈം. ഇവിടെ ഇപ്പോൾ ഒരു ചൗമീൻ പറഞ്ഞിട്ടുണ്ട്, നൂഡിൽസാണ് ബേസിക്കലി. അപ്പോൾ അത് കഴിച്ചിട്ട് പയ്യെ ചലിക്കാം. ഹായ്. അങ്ങനെ ചൗമീനും കഴിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. 250 രൂപയായി കേട്ടോ. ചിക്കൻ്റെ ആയിരുന്നു 250 രൂപ. ഇത്രയും ഹൈറ്റിലുള്ളൊരു സ്ഥലത്തിന് കുഴപ്പമില്ല, കാരണം അവരാ കൊച്ചിനെയും വെച്ചുകൊണ്ടാണല്ലോ ഇത്രയും മൊത്തം പണിയെടുക്കുന്നത്. ബാക്കിൽ വേറെ ആരും ഇല്ലാതെന്ന് തോന്നുന്നു സപ്പോർട്ടിന്. മണ്ടേല ടോപ്പ് നിങ്ങൾ വരുമ്പോൾ ഫുഡ് കഴിക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാഷും കൊണ്ടുവരണേ. അവിടെ നെറ്റ്വർക്ക് ഇല്ല. BSNL ഉണ്ടെന്ന് തോന്നുന്നു. BSNL ഉണ്ട്, ജിയോയ്ക്ക് നെറ്റ്വർക്ക് ഇല്ല. പിന്നെ ആ കടയിൽ വൈഫൈ ഒന്നും പ്രതീക്ഷിക്കരുത് ഗൈസ്. നമ്മളങ്ങനെ ഷീപ്പ് ഫാമിൻ്റെ ടേണിംഗ് പോയിന്റിലേക്ക് വീണ്ടും കയറി. വരുന്ന വഴിക്ക് ഷീപ്പൊന്നും കണ്ടില്ല. നോക്കാൻ സാൻഡ്രോയിലിരിക്കുന്നവരോട് ചോദിച്ചാലോ. जी शीप फार्म यही है ना? शीप फार्म यही है ना? ऊपर से आ रहा है क्या? मोड़ी ना, हाँ जंगल लेके जा सुबह में. വരുന്നുണ്ട് ഗൈസ്. ആറേ എടാ വരുന്നുണ്ട്. അത് മഴക്കോളുള്ളത് കൊണ്ട് അവരെ അകത്ത് കയറ്റി കേട്ടോ. അവരുടെ പുറത്തുള്ള തൊലിയൊക്കെ വൂളൻ ടൈപ്പാണല്ലോ, വെള്ളം വീണ് കഴിഞ്ഞാൽ സീനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ഗ്രേസ് ചെയ്യുന്ന കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എന്നാലും കാണാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം. കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. സോ ദിസ് ഇസ് ഷീപ്പ് ഫാം ഫോർ യു ഗൈസ്. രാവിലെ അത് ആ മലയുടെ മണ്ടേ കൊണ്ടുപോകും, അവിടെ കൊണ്ടുപോയി ഗ്രേസ് ചെയ്യിക്കും. അവർക്ക് ആ തണുപ്പ് പിടിച്ച് ഇരിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ടാവും ഉച്ച സമയത്തൊക്കെ തണുപ്പുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇവരുടെ ഈ പുറത്ത് വളരുന്ന സ്കിന്ന് വൂളായിട്ട് ഉപയോഗിക്കും. ഡിസംബർ ജനുവരി ആ ടൈമിലാണ് അതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, ഡിസംബർ ജനുവരി ടൈമിൽ വൂള് ഇങ്ങനെ സ്കിന്നിൽ നിന്ന് കട്ട് ചെയ്തെടുക്കും. പെയിൻഫുള്ളി അല്ല, മെഷീൻ എന്തോ ഉണ്ട്, അതാണ് നമ്മൾ വൂളായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അത് വളരും വീണ്ടും. ദ സൈക്കിൾ കണ്ടിന്യൂസ്. നമ്മൾ വീണ്ടും തിരിച്ച് റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാക്ക് ടു അവർ ടെൻറ്റ്. സോ വി ആർ ഫൈനലി ബാക്ക് അറ്റ് അവർ റൂം ഗൈസ്. നാളെ നമ്മൾ ഇവിടുന്ന് നേരെ ഗുവാഹട്ടിക്ക് പോകും. ഇവനെ തിരിച്ചു കൊടുക്കും. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി പെയിൻഫുൾ. എന്നെ തിരിച്ചു കൊടുത്ത് മറ്റന്നാൾ ട്രിവാൻഡ്രത്തേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കും. സോ സീ യു ഓൺ ദ ബൈക്ക് ടുമോറോ. ബൈ.